വേട്ടക്കാരനാണ് കരയേണ്ടത്, ഇര ചിരിച്ചുകൊണ്ടാണ് ലോകത്തെ ഫേസ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഇനിയും സ്ത്രീകൾക്ക് ആശ്വാസകരമായ കാര്യങ്ങൾ ഉണ്ടാകണമെങ്കിൽ അതിജീവിതകൾ ധൈര്യത്തോടെ മുന്നോട്ട് വരണം. തുടക്കത്തിൽ ഇക്കാര്യം തുറന്നു പറയുമ്പോൾ പൊതുജന മധ്യത്തിലേക്ക് ചൂണ്ടിക്കാണിക്കുന്നത് ഇത്ര വലിയ ഒരു ക്രിമിനലിനെയാണ് എന്ന് തോന്നിയിരുന്നു അന്ന്. ഇന്നത്തെ മൂന്നാമത്തെ പരാതി, ആ പരാതിക്കാരി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ റിനി മനസ്സിലാക്കിയിരിക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. ഞെട്ടിക്കുന്നതാണ്. തീർച്ചയായിട്ടും ആദ്യമേ ഞാൻ ഈ വിഷയം മുന്നോട്ട് വെക്കുമ്പോൾ എനിക്ക് ഏകദേശമായ കാര്യങ്ങൾ ഈ വിഷയത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെ പറ്റി അറിയാമായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ അതിൻ്റെ വ്യാപ്തി എന്തുമാത്രമാണ്, എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ച് ഇത്രയും വ്യാപ്തിയിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞോ എന്നുള്ളൊരു സംശയമാണ്. പക്ഷേ എന്നാലും എൻ്റെ ഉള്ളിൽ എനിക്കറിയാമായിരുന്നു ഞാൻ സംസാരിക്കുന്നത് എൻ്റെ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്നും അതൊരു കാരണവശാലും തെറ്റില്ലെന്നും. കാരണം അത്രയും മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് എൻ്റെ മനസാക്ഷിയിൽ ഞാൻ ഉറപ്പിച്ചുകൊണ്ടാണ് ഈ പൊതുസമൂഹത്തോട് സംസാരിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്രയും വളരെ സ്ട്രോങ് ആയിട്ട് ഇതേ നിലപാടുമായി നിലകൊണ്ടത്. കാരണം ഞാൻ അത്രയും കാര്യങ്ങൾ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് കൃത്യമായി വിശകലനം ചെയ്ത് അത് മനസ്സിലാക്കി, ഇത് തന്നെയാണ് സത്യമെന്ന് മനസ്സിലാക്കി. ഇതാരും മനസ്സിലാക്കുന്നില്ല അല്ലെങ്കിൽ ആരും ഇതിനെ സീരിയസ് ആയി കാണുന്നില്ല എന്നുള്ള ആ ഒരു ചിന്ത വന്നപ്പോഴാണ് ഞാനിത് പൊതുസമൂഹത്തിൻ്റെ സമക്ഷത്തിൽ വെക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് എത്ര കല്ലെറിഞ്ഞിട്ടും എൻ്റെ ചിരിയെ, എൻ്റെ വസ്ത്രത്തെ, എന്നെ എന്തുമാത്രം ടോർച്ചർ ചെയ്തു എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. എന്നാൽ പോലും എനിക്ക് എന്നുള്ളതല്ല, എൻ്റെ സഹോദരിമാർക്ക് നീതി കിട്ടുന്നതിന് വേണ്ടി ഞാൻ നിലകൊള്ളും എന്നായിരുന്നു എൻ്റെ തീരുമാനം. ഇനി എന്നും അങ്ങനെ തന്നെയായിരിക്കും. അതിൽ ഉറച്ചു നിൽക്കും. അതിൽ വലിയൊരു ചാരിതാർത്ഥ്യമുണ്ട്. റിനി ആദ്യം ഈ കാര്യം തുറന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായിട്ടുള്ള പ്രതികരണങ്ങൾ വലിയൊരു വിഭാഗം നെഗറ്റീവായിരുന്നു. അപ്പോൾ ആ ആളുകൾക്ക് ഇതെന്തോ രാഹുലിനെ തീർക്കാൻ വന്ന ആരോപണമാണ്, രാഷ്ട്രീയ പ്രേരിതമാണ് എന്നൊക്കെ ചിന്തിച്ച, അങ്ങനെ ആത്മാർത്ഥമായി വിചാരിച്ച ആളുകൾ തന്നെയും ഉണ്ടായിരുന്നു. വലിയ സൈബർ ആക്രമണം, വലിയ തോതിലുള്ള അധിക്ഷേപം റിനിക്ക് ഏറ്റുവാങ്ങേണ്ടിയും വന്നിട്ടുണ്ട്. ഇപ്പോൾ തുടർച്ചയായി 3 പരാതികൾ കാണുമ്പോൾ ഈ പരാതി വായിക്കുന്ന ആളുകൾക്ക് എന്താണ് ഇതിൻ്റെ ഗൗരവമെന്ന് ഇപ്പോൾ ബോധ്യപ്പെട്ടിട്ടുണ്ടാകും. കേരളത്തിൽ എന്തെങ്കിലും സംശയം ബാക്കിയുള്ളവർക്ക് കൂടി ഇപ്പോൾ ബോധ്യപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കാമോ? അങ്ങനെയാണ്. അതായത് ബുദ്ധിയുള്ള ആളുകൾക്ക് ബോധ്യപ്പെടേണ്ടത് തന്നെയാണ്. ഇനി ചില വക്കീലുമാരൊക്കെ പറഞ്ഞ പോലെ ബുദ്ധിയില്ലാത്ത കക്ഷിയാണ് എന്നൊക്കെ പറഞ്ഞ പോലത്തെ ആളുകൾക്ക് ഇപ്പോഴും ബോധ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. അതായത് ഇപ്പോഴും കുറേ ആളുകൾ സൈബർ രംഗത്തിൽ ഇങ്ങനെ നിന്നുകൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ഈ അതിജീവിതകൾ വിവാഹം കഴിഞ്ഞവരാണ്, അവരെ ക്യാരക്ടർ അസാസിനേറ്റ് ചെയ്യുവാണ്. അതായത് സ്ത്രീകളെ അസാസിനേറ്റ് ചെയ്തുകൊണ്ട്, ക്യാരക്ടർ അസാസിനേറ്റ് ചെയ്തുകൊണ്ട് സംസാരിക്കുക എന്നുള്ളൊരു രീതിയുണ്ട്. ഇത് സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ഒരു പ്രശ്നമായിട്ടാണ് ചില ആളുകൾ കാണുന്നത്. പക്ഷെ ഇതങ്ങനെയല്ല. ഇത് ഓപ്പോസിറ്റ് നിൽക്കുന്നത് ഒരു ജനപ്രതിനിധിയാണ്. ഒരു പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ഇഷ്യൂ അല്ല ഇവിടെ. ഒരു ജനപ്രതിനിധിക്ക് ഒരു ധാർമ്മികത വേണ്ടേ? സ്വാഭാവികമായിട്ടും ഒരു ജനപ്രതിനിധി, ഒരു പുരുഷൻ, ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അയാൾക്ക് പല വികാരങ്ങളും വിചാരങ്ങളും ഉണ്ടാകും, സ്വാഭാവികം. പക്ഷെ എന്നാൽ പോലും എന്തെങ്കിലും തരത്തിലുള്ള ഒരു ധാർമ്മികത വേണ്ടേ? ആ രീതിയിൽ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ്. പുരുഷൻ സ്ത്രീ എന്ന് മാത്രമാണോ ഇതിനെ ചിന്തിക്കേണ്ടതെന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ ഇപ്പോഴും ഇത് മനസ്സിലാകാത്ത ആളുകളുണ്ട്. അവരിപ്പോഴും പൂർവാധികം ശക്തമായിട്ട് തെറിവിളികൾ നടത്തുന്നുണ്ട്. പക്ഷെ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആദ്യമേ തന്നെ പറയുന്ന ഒരു കാര്യം, ഇത് രാഷ്ട്രീയ പ്രേരിതമല്ല. എങ്ങനെയോ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സമയത്തിലേക്ക് ഇത് വന്നു ചേർന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു പക്ഷേ സംസാരിക്കാനിടയായ ഒരു സാഹചര്യം അങ്ങനെ വന്നു ചേർന്നു. പക്ഷെ ഞാൻ കരുതുന്നത് ഇത് ദൈവത്തിൻ്റെ ഗൂഢാലോചന ആയിരിക്കാം എന്നാണ്. ഇതിൽ ഒരു തരത്തിലുള്ള രാഷ്ട്രീയ പ്രേരിതമായ കാര്യങ്ങളല്ല. കാരണം സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ സ്ത്രീകൾ പൊതുമധ്യത്തിൽ വെക്കുന്നു എന്നുള്ളതാണ്. ഞാൻ പറയുന്നത് ഇതിനെ രാഷ്ട്രീയമായി കാണരുത് എന്നുള്ളതാണ്. ഏത് പാർട്ടിയിലുള്ളവരാണെങ്കിലും ഇത്തരത്തിലുള്ള ആളുകളെ അവരുടെ പാർട്ടിയിൽ നിന്ന് നീക്കം ചെയ്യണം. അല്ലെങ്കിൽ ഇനിയുള്ള തിരഞ്ഞെടുപ്പുകൾ ഇത്തരം ആരോപണ വിധേയരായിട്ടുള്ള പുരുഷന്മാരെ ഇങ്ങനെ ജനപ്രതിനിധികളാകുന്ന രീതിയിലുള്ള സ്ഥാനാർത്ഥികളായിട്ട് നിർത്തരുത് എന്നൊരു അപേക്ഷയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിലൊരു രാഷ്ട്രീയ പ്രേരിതമല്ല. ഇത് പെൺകുട്ടികളുടെ കരച്ചിലാണ്, അവരുടെ രോദനമാണ്. ഇതിൽ സെക്ഷൽ റിലേഷൻഷിപ്പ് ഉണ്ടായി എന്നുള്ളത് മാത്രമല്ല, അവർക്കൊരാഗ്രഹം കൊടുത്തു, കുഞ്ഞ് വേണമെന്ന് പറഞ്ഞ് കുഞ്ഞിന് വേണ്ടി പ്രിപ്പയർ ആയതിനു ശേഷം ആ കുഞ്ഞിനെ നശിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയൊരു വേദനയുണ്ട്. ഒരു സ്ത്രീക്ക് അത് മനസ്സിലാവുള്ളൂ, അല്ലെങ്കിൽ ഒരു അമ്മയ്ക്ക് അത് മനസ്സിലാവുള്ളൂ. അത് എങ്ങനെ ജനിച്ച കുഞ്ഞാണെങ്കിലും, എന്ത് ഹിതമോ അവിഹിതമോ എന്താണെങ്കിലും, ഒരു കുഞ്ഞിൻ്റെ അമ്മ എന്ന് പറഞ്ഞാൽ കുഞ്ഞിൻ്റെ അമ്മ തന്നെയാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ അനുപമ കേസിലൊക്കെ കേരള സമൂഹം ഒന്നാകെ നിന്നുകൊണ്ട് അനുപമയും കുഞ്ഞും തമ്മിൽ കൂടിച്ചേരുന്നതിന് വേണ്ടി നിന്നത്. അത് എന്ത് തരം ബന്ധമാണെങ്കിലും അത് അമ്മയും കുഞ്ഞുമാണ്. അപ്പോൾ ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് ആ അമ്മമാർക്കുള്ള അവരുടെ ജനിക്കാതെ പോയ കുഞ്ഞുങ്ങളോടുള്ള ആ ഒരു സ്നേഹമുണ്ട്. അത് കൂടാതെ ഒരുപാട് സ്ത്രീകൾ, ഒരുപാട് വ്യക്തികൾ ഇത് നേരിടേണ്ടി വന്നു എന്നുള്ളൊരു സാമൂഹ്യ പ്രശ്നവുമുണ്ട്. ഇതിൽ
ഒരുപാട് കാര്യങ്ങളുണ്ട്, ഇനിയും പുറത്തു വരാൻ കാര്യങ്ങളുണ്ട് എന്ന് ഞാൻ വീണ്ടും പറയുകയാണ്. ഞാൻ മുൻപ് മാതൃഭൂമി ചർച്ചയിൽ തന്നെ പറഞ്ഞത് അഭിലാഷ് ഏട്ടൻ തന്നെയായിരുന്നു ആങ്കർ ചെയ്തിരുന്നത്. അപ്പോൾ അപ്പോഴും ഞാൻ പറഞ്ഞിരുന്നു ഇത് എക്സ്പോസ് ചെയ്യപ്പെടും എന്ന് ഞാൻ പറയുന്നു. ഞാൻ ഇപ്പോഴും പറയുന്നു ഇനിയും വരാനുണ്ട്, ഇനിയും എക്സ്പോസ് ചെയ്യപ്പെടുക തന്നെ ചെയ്യും. തീർച്ചയായും. റിനി, ഇന്നിപ്പോ ഒന്നാമത്തെ പരാതിക്കാരിയുടെ, അതായത് റിട്ടേൺ കംപ്ലൈന്റ് ആദ്യം കൊടുത്ത പെൺകുട്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു കാണും. വളരെ ഹൃദയം തകർക്കുന്ന ഒന്നാണ്. ഇല്ലാതെ പോയ നശിപ്പിക്കപ്പെട്ട കുഞ്ഞിനെ ഓർത്ത് കുഞ്ഞിനോട് സംസാരിക്കുന്ന വിധത്തിൽ അതുപോലെയുള്ള അമ്മമാർ, കുഞ്ഞ് നശിപ്പിക്കപ്പെട്ട അമ്മമാരുണ്ട്. ഇന്നിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിൽ വെറും തറയിൽ കിടക്കുന്ന രാത്രി ആ നിലയ്ക്ക് സ്ത്രീത്വത്തിന് ആശ്വസിക്കാവുന്ന ഒരു രാത്രിയാണോ? എന്ത് തോന്നുന്നു റിനിക്ക്? തീർച്ചയായിട്ടും സ്ത്രീകൾക്ക് സംബന്ധിച്ച് ഇതൊരു ആശ്വാസം, അത് ഈ ഒരു വിഷയത്തിൽ മാത്രമല്ല പൊതുവെ ഒരു ആശ്വാസം കിട്ടുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം ഇത്തരത്തിലുള്ള വ്യക്തികളെ ജനങ്ങൾ തിരിച്ചറിയുന്നു, അല്ലെങ്കിൽ ചെറിയ രീതിയിലെങ്കിലും അവർക്കെതിരെയുള്ള കാര്യങ്ങൾ ആരംഭിക്കുന്നു എന്നുള്ളത് സ്ത്രീകളെ സംബന്ധിച്ച് വലിയൊരു ആശ്വാസമാണ്. ഇപ്പം നമുക്കറിയാം ഈ പല ഉയർന്ന തലത്തിലിരിക്കുന്ന സെലിബ്രിറ്റീസ് ആയിട്ടുള്ളവർ, അല്ലെങ്കിൽ സമൂഹത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പലരും, പൗരോഹിത്യത്തിലാണെങ്കിലും രാഷ്ട്രീയത്തിലാണെങ്കിലും സിനിമയിലൊക്കെ ആണെങ്കിലും ഇരിക്കുന്ന പലരും എങ്ങനെയാണ് അവരുടെ കപട മുഖം എന്താണെന്ന് വലിച്ചെറിയപ്പെട്ടുകൊണ്ട് നമ്മൾ കാണുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് സ്ത്രീകൾക്ക് വലിയ രീതിയിൽ ഒരു ആശ്വാസം തന്നെയാണ്. ഈ രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം. പിന്നെ കൂടുതൽ കാര്യങ്ങൾ പറയണമെങ്കിൽ കൂടുതൽ പെൺകുട്ടികൾ ഇത് തുറന്ന് പറയണം, അല്ലെങ്കിൽ സ്ത്രീകൾ ഇത് തുറന്ന് പറയണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അതിജീവിത ഓക്കെ അത് ജസ്റ്റിസ് അവരായിട്ട് കണ്ടെത്തട്ടെ, അതിലൂടെ നമുക്കും ഒരു ജസ്റ്റിസ് കിട്ടാം എന്ന് കരുതി ഇനിയും മറഞ്ഞിരിക്കരുത് എന്നുള്ളത്. കാരണം എല്ലാവരും പോരാടിയാൽ മാത്രമാണ് ഇനിയാണെങ്കിലും സ്ത്രീകൾക്ക് ആശ്വാസത്തിനുള്ള വക ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഒന്നിച്ച് നിന്ന് പോരാടണം. എന്നാൽ മാത്രമേ നമ്മൾ സ്ത്രീകൾക്ക് ഇവിടെ ഒരു സ്പേസ് ഉണ്ടെന്ന് ഈ സമൂഹത്തിൽ നമുക്ക് തെളിയിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ സ്ത്രീകൾ ഭയന്ന് വീട്ടിലിരിക്കുമ്പോൾ അത് സാധിക്കില്ല. അത് ഞാൻ ആദ്യമേ തന്നെ പറയുന്നു. വേട്ടക്കാരനാണ് കരയേണ്ടത്, ഇര ചിരിച്ചുകൊണ്ടാണ് ലോകത്തെ ഫേസ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഇനിയും സ്ത്രീകൾക്ക് ആശ്വാസകരമായ കാര്യങ്ങൾ ഉണ്ടാകണമെങ്കിൽ അതിജീവിതകൾ ധൈര്യത്തോടെ മുന്നോട്ട് വരണം. അവർ കം ഫോർവേഡ് എന്നുള്ള രീതിയിൽ തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ തെളിഞ്ഞു വരും എന്നുള്ളതാണ്. തീർച്ചയായും.